കേരളം ആകെ ദരിദ്രാവസ്ഥയിലാണെന്ന് എനിക്കും നിങ്ങൾക്കും നന്നായി അറിയാം. അപ്പോഴാണ് നമ്മുടെ പിച്ചപാത്രത്തിൽ കൈയിട്ട് ഏകദേശം 153.5 കോടി രൂപ കേന്ദ്രം പിടിച്ചു പറിച്ചത്. എന്ത് സംഭവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നമ്മളെ ആകെ ഉലച്ച സംഭവമാണ്. അതിന് പുനരധിവാസത്തിന്, നാട്ടുകാരെ പുനരധിവസിപ്പിക്കുന്നതിന്, ദുരിതബാധിതരെ സഹായിക്കുന്നതിന് 2000 കോടിയിലധികം രൂപ സർക്കാർ ചോദിച്ചിരിക്കുകയാണ് കേന്ദ്രത്തോട്. കേന്ദ്രം നിഷേധാത്മകമായ സമീപനമാണ് അതിലെടുക്കുന്നതെന്നും ഇടതുമുന്നണി ആകെ തന്നെ അതിൽ പ്രക്ഷോഭങ്ങൾ, വയനാടാണെങ്കിൽ UDF-ഉം LDF-ഉം ഹർത്താൽ നടത്തി അതിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 2018 പ്രളയകാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ആ 2018 പ്രളയകാലത്ത് നമുക്കൊക്കെ രക്ഷകരായി എത്തിയത് വ്യോമസേനയാണ്. വ്യോമസേനയുടെ ഹെലികോപ്റ്റർ എത്തിയ ആളുകളെ രക്ഷിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ട്രോളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇന്നും ഓർമ്മയിലുണ്ട്. അതൊക്കെ വൈകാരികമായ, സൈന്യവുമായി വൈകാരികമായ ഒരു അടുപ്പം മലയാളികൾക്ക് ഉണ്ടാക്കുന്ന നിമിഷങ്ങൾ കൂടിയായിരുന്നു അന്ന് നടന്നത്. പക്ഷേ അന്ന് ഏകദേശം 290.74 കോടി രൂപയാണ് എയർ ബിൽ ഇനത്തിൽ കേന്ദ്രം പിടിച്ചത്. അതുമാത്രമല്ല, ആ കാലയളവിൽ ആളുകൾക്ക് വിതരണം ചെയ്ത അരി, അതുപോലെ തന്നെ മണ്ണെണ്ണ എന്നിവയ്ക്കും കേന്ദ്രം പൈസ പിടിച്ചിരുന്നു. ഓർമ്മയുണ്ടാകുമല്ലോ നിങ്ങൾക്ക്. അതുപോലെയാണ്, അതേ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ 153.47 കോടി രൂപ കേന്ദ്രം പിടിച്ചു പറിച്ചത്. ഈ തുക വയനാടിൽ വിനിയോഗിക്കാമായിരുന്നു. ഇത് എവിടുത്തെ തുകയാണ്, ഏത് തുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ പൈസ പിടിച്ചത്? ഈ പൈസ കേരളത്തിൻ്റെ ദുരന്ത നിവാരണ നിധിയുണ്ട്, ഫണ്ടുണ്ട്. അത് കാസർഗോഡ് മുതൽ കന്യാകുമാരി, അതായത് പാറശാല വരെയുള്ള ഏത് ദുരന്തങ്ങൾക്കും പെട്ടെന്ന് എടുത്ത് ചെലവഴിക്കാനുള്ള തുകയാണ് അത് ഓരോ വർഷവും നിശ്ചിത തുക കേന്ദ്രം അനുവദിക്കും. ആ തുക ദുരന്ത ഘട്ടങ്ങളിൽ ചെലവഴിക്കുക. അത് സർക്കാരിന് അത് ചെലവഴിക്കാനുള്ള അധികാരവുമുണ്ട്. അങ്ങനെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരു 394.99 കോടി രൂപ, അതായത് 395 കോടി രൂപ സംസ്ഥാന ഖജനാവിലുണ്ടായിരുന്നു. ഇക്കൊല്ലം ഈ നടപ്പ് വർഷം 388 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 90 കോടിയോളം രൂപ കേരളത്തിൻ്റെ വിഹിതവുമുണ്ട്. ഈ തുക ചേർത്ത് 782.99, അതായത് 783 കോടി രൂപ കേരളത്തിൻ്റെ കൈവശം, അതായത് ദുരന്ത SDR ഫണ്ടിൽ ഉണ്ടായിരുന്നു. ആ തുകയിൽ നിന്നാണ് 153.5 കോടി രൂപ ഇപ്പോൾ കേന്ദ്രം തിരിച്ച് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ളത് 629.52 കോടി രൂപ മാത്രമാണ് നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നത്. ഇത് കേരളത്തിൽ എവിടെ ദുരന്തം വന്നാലും ഇമ്മീഡിയറ്റ് ആക്ഷന് വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ്. അത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം എടുത്ത് വിനിയോഗിക്കാൻ കഴിയില്ല തുക. കാരണം എവിടെയാണ് എപ്പോഴാണ് ദുരന്തം ഉണ്ടാകുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഈ തുകയിൽ നിന്ന് കൈയിട്ട് വാരി കേന്ദ്രം കേരളത്തെ വളരെ ക്രൂരമായി നിന്ദിച്ചിരിക്കുന്നത്, കേരള ജനതയെ പരിഹസിച്ചിരിക്കുന്നത്. കേരളം വേറെ ഏതോ രാജ്യത്തുള്ള സ്ഥലമാണോ? കേരളം ഇന്ത്യയുടെ ഭാഗമാണല്ലോ. ഇന്ത്യ അത് ചെയ്യേണ്ടതല്ലേ? ഇപ്പോൾ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുകയാണെങ്കിൽ അതിന് കേന്ദ്രം ഫണ്ട് കൊടുത്താൽ മോശം സംഭവമാണോ? കേന്ദ്രത്തിൻ്റെ സേന വരുന്നു, ആളുകളെ രക്ഷിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയല്ലേ. മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഇതല്ല. കേരളത്തോട് മാത്രമാണ് ഒരു ചിറ്റമ്മ നയം കേന്ദ്രം സ്വീകരിക്കുന്നത്. ഇനി ഏറ്റവും ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്ക് 2 മന്ത്രിമാരുണ്ട് കേന്ദ്രത്തിൽ. ഒന്ന് സുരേഷ് ഗോപി, തൃശ്ശൂരിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചതാണ് അദ്ദേഹത്തെ. പിന്നെ ജോർജ് കുര്യൻ രാജ്യസഭാ അംഗമാണ്, അദ്ദേഹം മന്ത്രിയാണ്. അതുപോലെ PT ഉഷയുണ്ട്. ഇവരൊന്നും തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുന്ന നടപടികളിൽ നാളിതുവരെ കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. സുരേഷ് ഗോപിയാണ് ആകട്ടെ നാട്ടിൽ വന്ന ആളുകളോട് മാധ്യമപ്രവർത്തകരോടും അതുപോലെ തന്നെ നാട്ടുകാരെയും വെറുപ്പിക്കുന്ന സിനിമാ സ്റ്റൈൽ യാത്രകളും മറ്റും നടത്തുന്നതല്ലാതെ എന്തിന് വയനാട് മുണ്ടക്കയിലൊക്കെ ഇദ്ദേഹം പോയതാണല്ലോ. നിങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് നരേന്ദ്രമോദി തന്നെ വന്ന് പറഞ്ഞതാണല്ലോ. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ചോദിക്കുന്നത് എന്തും തരുമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണല്ലോ നരേന്ദ്രമോദി, പ്രധാനമന്ത്രി. അദ്ദേഹം അവിടെ വന്നെല്ലാം പറഞ്ഞു. സുരേഷ് ഗോപി അതുപോലെ വാഗ്ദാനങ്ങൾ നൽകിയില്ലേ? ഇതൊക്കെ കപട വാഗ്ദാനങ്ങളാണെന്ന് തെളിയുന്ന, പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്ന് തെളിയുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഈ 153.5 കോടി രൂപ കേന്ദ്രം പിടിച്ചത് നീതി നിഷേധത്തിൻ്റെ മുഖമുദ്രയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ MP-മാർ, ഇടത് വലത് MP-മാരൊക്കെ പോയി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടിരുന്നു, അമിത്ഷായെ കണ്ടിരുന്നു. എന്തിനാണ്? വയനാട് ദുരന്തത്തിൽ സഹായം വേണം, എത്രയും വേഗം ഫണ്ട് അനുവദിക്കണം, അവിടെ പുനരധിവാസം, ടൗൺഷിപ്പ് ഇതൊക്കെ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴും ഈ കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തില്ല. ആ ഡെലിഗേഷൻ്റെ കൂടെ സുരേഷ് ഗോപി പോയിരുന്നുവെങ്കിൽ ആ ഡെലിഗേഷന് ഒരു ശക്തി കൂടുമായിരുന്നു. കാരണം കേന്ദ്രമന്ത്രിയല്ലേ, കേരളത്തിൻ്റെ പ്രതിനിധിയാണല്ലോ അദ്ദേഹം.
ജോർജ് കുര്യൻ അദ്ദേഹവും പങ്കെടുത്തില്ല. അമിത്ഷായെ കാണാൻ പോകുന്ന പരിപാടിയിൽ അവർ രണ്ടുപേരും പങ്കെടുത്തില്ല. ഇനി ഡൽഹിയിലുള്ള PT ഉഷയും അതിൽ നിന്ന് മാറി നിന്നു. എന്തുകൊണ്ടാണ് ഈ വിവേചനം? ഈ കേരളത്തിലുള്ള ആളുകൾ തന്നെ, BJPയുടെ നേതാക്കളും മന്ത്രിമാരും ഒക്കെ ആയ ആളുകൾ തന്നെ ഈ കേരളത്തോട് ഇങ്ങനെ ഈ നയസമീപനം സ്വീകരിക്കുന്നത് തികച്ചും നിഷേധാത്മകമാണ്. എന്നാൽ കേരളം എന്ത് ചെയ്തു എന്നായിരിക്കും അവർ ചോദിക്കുന്നത്. BJP ചോദിക്കുന്നതല്ലേ കേരള സർക്കാർ എന്ത് ചെയ്തു, ഇത്രയും തുക കയ്യിൽ വെച്ചിട്ട് എന്താണ് ചെയ്തത്? കേരളം നാളെ ഇന്നേ വരെ ഈ ഫണ്ടിൽ നിന്ന്, അതായത് ഇമ്മീഡിയറ്റ് ആക്ഷന് വേണ്ടിയുള്ള ഫണ്ടിൽ നിന്ന് 17.5 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. 17.5 കോടി രൂപ ചെലവഴിച്ചു. ഒന്നാമത് ചെലവഴിച്ചത് എന്താണ്? ഈ ആളുകൾ, ജീവനോപാധി നഷ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ, തൊഴിൽ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആളുകൾ, അവർ തൊഴിൽ ചെയ്തിരുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടു ഈ പ്രളയം ഉരുൾപൊട്ടലോടുകൂടി. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രതിദിനം 300 രൂപ വെച്ച് നൽകുന്നുണ്ട്. അതായത് ജീവനോപാധിയായി, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനും അവരുടെ അത്യാവശ്യ ചെലവിനുള്ള 300 രൂപ വെച്ച് നൽകുന്നുണ്ട്. അത് ഒരു മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുമുണ്ട് സംസ്ഥാന സർക്കാർ. ആ തുക കൊടുക്കും. അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകളുടെ ആശ്രിതർ 160ഓളം ആളുകളുണ്ട്, ആശ്രിതരായിട്ടുണ്ട്. അവർക്ക് 8 ലക്ഷം രൂപ വെച്ച് സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു. ആലോചിച്ച് നോക്കുക. ഇതൊന്നും BJP കാണില്ല, സുരേഷ് ഗോപിയും കാണില്ല, ജോർജ് കുര്യനും കാണില്ല, PT ഉഷയും കാണില്ല. ഇത് സർക്കാർ കൊടുത്തു കഴിഞ്ഞു. മറ്റൊന്നെന്താണ്? 1036 പേർക്ക് പരിക്കേറ്റിരുന്നു. അവർക്ക് 10,000 രൂപ വെച്ച് നൽകി. ചെറുതും വലുതുമായ പരിക്കേറ്റവർക്ക് 10,000 രൂപ വെച്ച് നൽകി. ഇനി വാടക, ഓഗസ്റ്റ് മുതൽ നവംബറിലാണല്ലോ ഇവർ, നവംബർ വരെ ഉള്ള വാടക, വീടുകൾക്ക് വാടക നൽകി 6,000 രൂപ വെച്ച് വാടക നൽകിയിട്ടുണ്ട്. വാടക വീടുകളിലാണ് താമസിക്കുന്നത്. ഇത്രയും കാര്യം സംസ്ഥാന സർക്കാർ. പിന്നെ ശവസംസ്കാരത്തിന് 160ഓളം പേര് മരിച്ചത്, 174 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. ഈ സംസ്കാരത്തിന് ഓരോ മൃതദേഹത്തിനും 10,000 രൂപ വെച്ച് ബന്ധുക്കൾക്ക് നൽകിയിട്ടുണ്ട് സംസ്കാര ചടങ്ങിന് വേണ്ടി. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നു. പിന്നെ എന്തിന് CPMന്റെ യുവജന സംഘടന DYFI അവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പല മേഖലകളിലും പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അവർ സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ സംസ്ഥാന സർക്കാരും സംസ്ഥാനം ഭരിക്കുന്ന CPMന്റെ അണികളും പ്രവർത്തകരുമൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ സർക്കാർ മിഷനറിയെ നിഷ്പ്രഭമാക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആവശ്യങ്ങളെ തിരസ്കരിക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇത് വളരെ ക്രൂരതയായി പോയി മോദി സർക്കാർ ചെയ്തത്.